റവന്യൂ വകുപ്പിനെതിരെ CPI അനുകൂല സർവീസ് സംഘടന സമരത്തിന്. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചാനൽ ചർച്ചയിൽ വിമർശിച്ച സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലാണ് പ്രതിഷേധം. ഇന്ന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തും. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഈ കുഴിനഖത്തിന് ജില്ലാ കളക്ടർ ഡോക്ടറെ തന്റെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി ചികിത്സിച്ചു എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അവിടെ ഒരു സർവീസ് സംഘടനാ നേതാവ് കളക്ടറെ വിമർശിക്കുന്നു, തുടർ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇത് ഏത് തരത്തിലാണ് ഈ സംഘടനകളുടെ വിഷയത്തിൽ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്? രജിത്ത്, ഈ കുഴിനഖ ചികിത്സയ്ക്കായി സർക്കാർ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയ സംഭവം വാർത്ത നൽകുന്നത് ന്യൂസ് 18 ആയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയചന്ദ്രൻ, ജോയിന്റ് കൗൺസിൽ കൂടിയായിട്ടുള്ള ജയചന്ദ്രൻ, അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും അതിൽ ഇതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തത്. തുടർന്നാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് സർവീസ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. കാരണം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോണിനെ വിമർശിച്ചു എന്ന പേരിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. അത് സർവീസ് സംഘടനാ നേതാവ് എന്ന നിലയിൽ നടത്തിയ വിമർശനത്തിന് വിശദീകരണം ചോദിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ജയചന്ദ്രൻ നമ്മോട് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം ഈ ജില്ലാ കളക്ടറുടെ മനോഭാവം അത് ഫ്യൂഡൽ മനോഭാവമാണെന്നാണ് ജയചന്ദ്രൻ ഒരു വിമർശനം. ഇതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സർവീസ് സംഘടനാ നേതാവിന് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് വകുപ്പ് മന്ത്രിയും സർക്കാരും എന്ത് നിലപാട് എടുക്കുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ ഒരു നോട്ടീസ് നൽകിയതിനു ശേഷം. കൂടാതെ സർക്കാർ ഇടപെട്ട നടപടി തടഞ്ഞില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ജോയിന്റ് കൗൺസിലിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും ജോയിന്റ് കൗൺസിൽ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സർവീസ് സംഘടനകളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ജോയിന്റ് കൗൺസിൽ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുഴിനഖ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം വലിയ രീതിയിൽ CPIയുടെ മന്ത്രിമാർക്ക് നേരെ കൂടി തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം മന്ത്രി ഇക്കാര്യത്തിലൊരു കൃത്യമായ നിലപാട് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. K. രാജൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് അല്ലെങ്കിൽ ചോദ്യത്തോട് പ്രതികരിക്കാതെ പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഈ സർവീസ് സംഘടനകൾ ഇടതുപക്ഷ അനുകൂല അല്ലെങ്കിൽ CPI അനുകൂല സർവീസ് സംഘടനകൾ ഇങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണോ ഒരു നിലപാട്? കളക്ടറോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുക, കളക്ടറോട് ഈ വിഷയം എന്താണ് സംഭവിച്ചത് അന്വേഷിക്കുക, അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു ചാനൽ ചർച്ചയിൽ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു. തുടർന്നാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ചട്ടലംഘനം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണ്, ഒപ്പം തന്നെ ഭരണാധികാരി കൂടിയാണ് കളക്ടർ. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അനുമതി വാങ്ങിയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു നോട്ടീസിൽ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അവർ പറയുന്നത് ചാനൽ ചർച്ചയിൽ മുൻകാലങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, അതിന് യാതൊരുവിധ അനുമതിയും വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ജോയിന്റ് കൗൺസിൽ അംഗങ്ങളുള്ളത്, ഒപ്പം തന്നെ ജയചന്ദ്രനും ഉള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മോട് തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ നിലപാടാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. മന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമോ, അല്ലെങ്കിൽ മന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഇത്തരത്തിലൊരു നടപടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്, നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 10 ദിവസത്തിനകത്ത് ഇതിന്റെ വിശദീകരണം നൽകാം, അല്ലെങ്കിൽ വകുപ്പ് തലത്തിൽ തന്നെ വലിയ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും